ആഗസ്റ്റ് 16 രാജസ്ഥാനിലെ ചിത്തോഗഡിൽ നടന്ന ഒരു ബഹുജന റാലിയിൽ അഭിസംബോധന ചെയ്ത അമിത്ഷാ നടത്തിയ ഒരു പ്രസംഗം വികാര നിർഭരമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു, ദൃശ്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗം പലരുടെയും കണ്ണ് നനയിക്കുക മാത്രമായിരുന്നില്ല, പിന്നിലേക്ക് ചില ചിന്തകൾ, ഓർമ്മകൾ കൊണ്ടുപോവുകയും ചെയ്തു. അദ്ദേഹം ആ വേദിയിൽ പറഞ്ഞത് ഇന്ത്യയിൽ ഒരേ ഒരു അജാത ശത്രുവേ ഉള്ളൂ. അജാത ശത്രു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശത്രുക്കൾ ഇല്ലാത്തവൻ എന്നാണ്. ഒരേ ഒരു നേതാവേ ഉള്ളൂ അജാത ശത്രുവായിട്ടാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ആ നേതാവാണ് അടൽ ബിഹാരി വാജ്പേയി. ആഗസ്റ്റ് 16 അദ്ദേഹത്തിന്റെ ചരമ വാർഷികമായിരുന്നു. ഏതായാലും ആ അജാത ശത്രുവിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്. 1996 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്ന് മത്സരിക്കുന്ന എബി വാജ്പേയിയുടെ പ്രചരണത്തിന്റെ ചുക്കാൻ പിടിച്ചത് താനായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വം അടുത്തറിയാൻ അത് ഇടവരുത്തി. പത്രപ്രവർത്തകനും കവിയുമായിരുന്ന വാജ്പേയി തന്റെ പ്രസംഗങ്ങളിലൂടെ ആയിരങ്ങളെ ആകർഷിച്ചിരുന്നു. 40 വർഷക്കാലം അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇപ്പോഴത്തെ ഒരു നേതാവിന് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. 40 വർഷക്കാലം പ്രതിപക്ഷ ബെഞ്ചിൽ ഇരിക്കേണ്ടി വന്നൊരു നേതാവ് കൂടിയാണ് അടൽ ബിഹാരി വാജ്പേയി. പക്ഷേ നേഷൻ ഫസ്റ്റ്, അതായത് ആദ്യം രാജ്യം എന്ന തന്റെ പോളിസിയിൽ ഉറച്ചു നിന്നുകൊണ്ട്, തന്റെ വിശ്വാസങ്ങളും തത്വശാസ്ത്രത്തിലും ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം പോരാടി. ജയിൽവാസം അനുഭവിച്ചു. ക്രൂരമായ മർദ്ദനങ്ങൾക്ക് അദ്ദേഹം ഇരയായി. പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം 6 വർഷക്കാലമാണ് ഭരിച്ചത്. ആ അധികാരത്തിന്റെ കാലയളവിൽ ആഗോള ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടും ഇന്ത്യയെ ഒരു ആണവ രാജ്യമാക്കി മാറ്റാൻ പൊഖ്രാനിൽ അണുസ്ഫോടനം നടത്തി ലോകത്തിന് മുമ്പിൽ തങ്ങളൊരു ആണവ രാജ്യമാണെന്ന് ഉറക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ NH-66 എക്സ്പ്രസ് ഹൈവേയുടെ ഒക്കെ ആദ്യ രൂപം കൊണ്ടുവന്നതും ഈ രാജ്യത്ത് എബി വാജ്പേയി ആയിരുന്നു. റോഡുകൾ വഴി ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുക എന്ന പദ്ധതി, ഗോൾഡൻ കോഡ്രി ലാറ്ററൽ എന്ന് പറയുന്ന പദ്ധതി, ചതുർഭുജം, സ്വർണ്ണ ചതുർഭുജം എന്ന പദ്ധതി കൊണ്ടുവന്നത് അമിത്ഷാ ആയിരുന്നു. ഇന്ന് BJPയുടെ സർക്കാർ, NDA സർക്കാർ ഇന്ന് രാജ്യം മുഴുവൻ റോഡുകളുടെ ശൃംഖല തന്നെ പണിതുകൊണ്ട് ആധുനിക രീതിയിലുള്ള ഗതാഗത സൗകര്യങ്ങൾ തുറന്നു കൊടുക്കുമ്പോൾ അതിന്റെ തുടക്കം കുറിച്ചത് എബി വാജ്പേയി ആയിരുന്നു എന്ന് അമിത്ഷാ അനുസ്മരിച്ചു. ഒപ്പം തന്നെ ആദിവാസി മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു ക്ഷേമത്തിന് തുടക്കം കുറിച്ചതും എബി വാജ്പേയി ആയിരുന്നു. അതിന്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ്, ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു. ഏതായാലും ദേശീയത, സുരക്ഷ, വികസനം എന്നിവയെ കേന്ദ്രീകരിച്ചായിരുന്നു എബി വാജ്പേയിയുടെ ഭരണം. ഇന്നും ആ ഭരണം തന്നെയാണ് BJP മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇനി 1999 ഖാർഗിലേക്ക് നുഴഞ്ഞു കയറിയ പാകിസ്ഥാൻ പട്ടാളത്തെ തുരത്തി ഓടിച്ച ഓപ്പറേഷൻ വിജയ് അദ്ദേഹത്തിന്റെ എബി വാജ്പേയിയുടെ കിരീടത്തിലെ ഒരു പൊന്തൂവലാണ് എന്ന് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. ഒപ്പം തന്നെ സ്വർണ്ണ ചതുർഭുജം, ഇതുവഴി ദില്ലി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത തുടങ്ങിയ മഹാനഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ഹൈവേ ശൃംഖല പണിതുയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയത് എബി വാജ്പേയി ആയിരുന്നു. സർവ ശിക്ഷാ അഭിയാൻ എന്ന പദ്ധതി കൊണ്ടുവന്നു. വലിയ കൈയടി നേടിയ പദ്ധതിയാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം, ഇന്ത്യയിലെ എല്ലാ ഇടങ്ങളിലുമുള്ള കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് പ്രധാന കാരണമായും വഴിത്തിരിവായി മാറിയത് ഈ സർവശിക്ഷാ അഭിയാൻ എന്ന പദ്ധതിയായിരുന്നു. 1999 അദ്ദേഹം കൊണ്ടുവന്ന ടെലികോം നയം, അത് ഈ രാജ്യത്തൊരു വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചത്. ആ ടെലികോം നയം വന്നപ്പോൾ അനവധി പ്രൈവറ്റ് കമ്പനികൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തുകയും ടെലികോം രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന 5Gയും 4Gയും ഒക്കെ ഇത്ര വേഗത്തിൽ വളരാനും പടരാനും ഇടയായത് ഈ വലിയ ഒരു പൊളിച്ചെഴുത്ത് നടത്തിയ എബി വാജ്പേയിയുടെ നേട്ടങ്ങൾ തന്നെയായിരുന്നു. അതുകൂടാതെ നമ്മൾ അഭിമാനമായി പറയുന്ന ചന്ദ്രയാൻ പദ്ധതി, ആ പദ്ധതി 2003 അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. 2008 ചന്ദ്രയാൻ ഫസ്റ്റ് പരീക്ഷണവും ഈ രാജ്യം നടത്തുകയുണ്ട്. അങ്ങനെ എല്ലാത്തിനും ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഒരു അടിസ്ഥാനമിട്ട വ്യക്തിയായിരുന്നു ശ്രീ എബി വാജ്പേയി. എബി വാജ്പേയിയുടെ ഈ ചരമ വാർഷിക ദിനത്തിൽ അത് ഓർക്കുന്നത് നന്നായിരിക്കും. ഏതായാലും അദ്ദേഹം അജാത ശത്രു എന്ന് പറഞ്ഞതോടുകൂടി എല്ലാവരും ആകാംക്ഷയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം എബി വാജ്പേയിയുടെ ചരിത്രവുമായി എത്തുന്നതും ജനം നിറകണ്ണുകളുമായി അതിനെ കൈയടിക്കുന്നതും ചിലർ കൂപ്പുകൈ ഉയർത്തുന്നതും ഒക്കെ നമുക്ക് ആ വേദിയിൽ കാണാമായിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.